വൺ ജിയോ കിഡൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫോട്ടോ ഫ്രെയിമാണ്. വെറും ഫോട്ടോ ഫ്രെയിം അല്ല, പേപ്പർ ഫോട്ടോ ഫ്രെയിമാണ് ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ബുക്കാണ്. അപ്പോൾ ഫോട്ടോ ഫ്രെയിം ബുക്ക് എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുകയെന്ന് കാണിച്ചു തരാം. ഞാൻ ഇവിടെ ഈ 3 കളറിന്റെ 2 പീസാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് 6 പേജിന്റെ ഒരു ഫോട്ടോ ഫ്രെയിമാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ ഫ്രണ്ട്സിന്റെ ബർത്ത്ഡേയോ അങ്ങനെ ഈ ഫ്രണ്ട്ഷിപ്പ് ഡേയോ അങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ നമുക്ക് ഈ ഫോട്ടോസൊക്കെ ഇട്ടിട്ട് ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാൻ പറ്റുന്നത് ഒരു ബുക്കാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് ഈ പേപ്പറിനെ ഈ സ്ക്വയർ ഷേപ്പിലാക്കി മടക്കി ഇത് മുറിച്ചെടുക്കാം. ഇതാ ഈ വേസ്റ്റ് ഭാഗം നമുക്ക് കണ്ട് മുറിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ 3 ഈ ബാക്കി 5 എണ്ണവും കട്ട് ചെയ്തെടുക്കാം. ഞാൻ അതവിടെ 6 പീസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കാന്ന് ബാക്കി ഞാൻ കാണിച്ചു തരാം. ഇതിൽ ഈ ഒരു കളർ ഇട്ടതിന് ശേഷം നേരെ ക്രോസ് ആക്കി മടക്കി താഴത്തേക്കൊന്ന് മടക്കിയതിന് ശേഷം ഇവിടെ ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഓപ്പോസിറ്റ് ഭാഗവും ഈ ഭാഗത്തേക്ക് ഇങ്ങനെ മടക്കി കൊടുക്കാം. ശേഷം ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഇത് കണ്ടില്ലേ, ഇവിടെ ഒരു പ്ലസ് എന്ന് കണ്ടില്ലേ. അതിനുശേഷം ഈ തറ്റം നേരെ സെന്റർ പോയിന്റിലേക്ക് വെച്ച് കൊടുക്കാം. സെന്റർ പോയിന്റിലേക്ക് നമ്മൾ വെച്ച് കൊടുത്ത് അതേപോലെ ഈ 4 തറ്റവും ഈ സെന്ററിലേക്ക് വെച്ച് കൊടുക്കാം. തെറ്റരുത് കേട്ടോ. അതിനുശേഷം ഇത് നേരെ അപ്പുറത്തെ ഭാഗത്തേക്ക് മടക്കി വെച്ചിട്ട് ഈ 4 ഈ വശവും ഇവിടെ കാണുന്ന ഈ സെന്ററിലേക്ക് മടക്കി വെച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതവിടെ ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട്. ഇനി നേരെ ഇതിങ്ങനെ മടച്ചു വെക്കാം. അതിനുശേഷം നമുക്കിത് ഓരോരോ കള്ളി ഇങ്ങനെ തുറക്കാം. തുറന്നതിന് ശേഷം ഇത് കണ്ടില്ലേ, ഈ 4 ഭാഗം അത് ഒന്നെടുത്തിട്ട് ഇത് കണ്ട വി പോലൊരു അടയാളം, അതിൽ ഈ തറ്റം നേരെ ഈ കോണിലേക്ക് മടക്കി വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇത് നേരെ ഈ കണ്ടില്ലേ, ഇതായി ഇവിടെ ഒരു വര കണ്ടില്ലേ, അതിങ്ങനെ ഒന്ന് മടക്കി അതുപോലെ ഈ 3 പ്രാവശ്യവും അങ്ങോട്ട് മടക്കി വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇത് നമ്മൾ ബാക്കിലേക്ക് മടച്ചു വെക്കാം. നമ്മളിത് തുറന്നു തരുന്നില്ല. ഇനി നമുക്ക് ആദ്യത്തെ പോലെ തന്നെ ഇത് എല്ലാതും ബാക്കിലേക്ക് മടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്കിത് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഓരോ ഭാഗവും ഇങ്ങനെ തുറന്നു വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതിങ്ങനെ പൊന്തിച്ച് വെച്ചത് ഈ 2 കോണില്ലേ, ഈ സെൻറ്റർ
വശത്തേക്ക് ഇങ്ങനെ മടക്കി സ്ട്രൈറ്റ് ആക്കി വെച്ച് കൊടുക്കുക. അതുപോലെ ഈ മറ്റേ സൈഡും മടക്കി വെച്ചു കൊടുക്കും. നമ്മളിത് 3 സൈഡ് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ ഭാഗം നമ്മൾ ഇതേപോലെ ആക്കേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് അങ്ങനെ തന്നെ വെച്ചാൽ മതി. ഇനി നമുക്ക് ഇതേപോലെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. അപ്പോൾ ഞാനത് എല്ലാതും ഇവിടെ അങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു കളർത്ത് അങ്ങനെ എടുത്തിട്ട് ഇത് ഉള്ളിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഈ പകുതിക്ക് ഉള്ളിലേക്ക് മടക്കി വെച്ച് കൊടുക്കാം. ഒന്നത് കാണിച്ചു തരാം. ഇതാ ഈ ഭാഗം ഇല്ലേ, തുറന്ന് വെച്ച ഈ ഭാഗം, അതിൻ്റെ ഉള്ളിലേക്ക് ഈ കളർ പേപ്പർ വെച്ചെടുത്തതിന് ശേഷം ഈ ഭാഗം ഉള്ളിലേക്ക് മടക്കി വെച്ചു. അതേപോലെ ബാക്കിയുള്ളതും അതേപോലെ തന്നെ ഉള്ളിലേക്ക് വെച്ച് ഫ്രെയിം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ പൂട്ടി വെക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പുറത്തേക്ക് വന്നില്ലേ ഈ സാധനം, ഈ റെക്റ്റാങ്കിൾ പോലത്തെ, അത് ഈ ഭാഗത്തേക്ക് ഇങ്ങനെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മുടെ ഫോട്ടോ ഫ്രെയിം ഇവിടെ റെഡിയാണ്. ഇനി ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെ നമുക്ക് ഫോട്ടോ വെക്കുക അത് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇത് ചാർട്ട് പേപ്പർ ഈ ഒരു സൈസിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു നീറ്റ്നെസ്സിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ്. അതേപോലെ എല്ലാത്തിലും ഞാൻ വെച്ചു കൊടുക്കുകയാണ്. ഇതേപോലെ അപ്പം ഫ്രണ്ട്സിനൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ ഇഷ്ടമുള്ള ഫുട്ബോൾ പ്ലെയേഴ്സിനെയോ ക്രിക്കറ്റ് പ്ലെയേഴ്സിനെയോ അല്ലെങ്കിൽ ഇപ്പോൾ ഫിലിം സ്റ്റാർസിനെയൊക്കെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഫ്രണ്ട്സിന് കൊടുക്കാവുന്നതാണ്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഫോട്ടോസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. നല്ല വൃത്തിയില്ലേ ഇപ്പോൾ കാണാൻ. നേരത്തെ അത് മടക്ക് വന്നിട്ട് ഒരു വൃത്തിയില്ലാതെ ഉണ്ടായിരുന്നു. ഇനി ഞാൻ അതിൻ്റെ ഉള്ളിൽ ഫോട്ടോ വെച്ചെടുക്കാം. ഇനി ഞാൻ ഫോട്ടോ എങ്ങനെയാണ് വെക്കുന്നത് കാണിച്ചു തരാം. ഇതിൽ ഞാൻ ഫസ്റ്റ് ഈ ഒരു ഫാമിലീൻ്റെ ഫോട്ടോ ആണ് ഞാൻ ഇവിടെ വെക്കുന്നത്. ഞാനിത് വനിതയിൽ കട്ട് ചെയ്ത് വെച്ച ഫോട്ടോസാണ്. പിന്നെ ഇത് നമ്മുടെ മാജിക് അങ്കിൾ. ഇതേപോലെ നിങ്ങളുടെ കയ്യിലുള്ള ഫോട്ടോസ് എല്ലാത്തിനും വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനവിടെ ബാക്കി ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം.
നിങ്ങൾക്ക് ഫ്രണ്ട്സിനൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇത് ഉള്ളിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ നല്ല ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് റിബണൊക്കെ കെട്ടി കൊടുക്കാം. അല്ലേ, ഇതേപോലെ റിബണൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ കൊടുക്കാവുന്നതാണ്. പിന്നെ ഹാപ്പി ബർത്ത്ഡേ ആണെങ്കിൽ ഇവിടെ ഇങ്ങനെ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതി കൊടുക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ എൻ്റെ ചാനൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും. സാർ